ഈ പുള്ളിയെ വിചാരണ ചെയ്തിട്ട് കുരിശിത്തറയ്ക്കുക ചെയ്തു. ഈ കുരിശിത്തറയ്ക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ജുഡായ സ്ഥലങ്ങളിൽ കുരിശിത്തറയ്ക്കൽ എന്ന് പറഞ്ഞാൽ അവരൊരു ഒരുപാട് പേരെ കുരിശിത്തറയ്ക്കാറുണ്ട്. വളരെ നീചമായിട്ടുള്ള, വളരെ നികൃഷ്ടമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയാണ് കുരിശിൽ തറച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണമായിട്ട് കൊല, അതേ കണക്കുള്ള വളരെ മോശമായിട്ടുള്ള, വളരെ അഗ്ലി ആയിട്ടുള്ള സംഭവങ്ങൾക്കാണ് കുരിശിൽ തറച്ചുകൊണ്ടിരുന്നത്. ഈ കുരിശിൽ തറച്ചു കഴിഞ്ഞാൽ ആ കുരിശിൽ അവർ വേദന കൊണ്ട് അതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, എങ്ങനെയൊക്കെ കയ്യിലടിച്ചിങ്ങനെ തരിക്കണം. ചിലർ മരക്കുരിശിലാണെങ്കിൽ ആ കുരിശ് അവരെ കൊണ്ട് ചുമപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചുമക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് പറയാം, എനിക്ക് ഡിസ്കിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചുമക്കും. അങ്ങനെയുണ്ട്. യേശുവിൻ്റെ കുരിശ് യേശു ചുമന്നാണെന്ന് പറയുന്ന ഗോസ്പൽസും ഉണ്ട്. സൈമൺ എന്ന് പറയുന്ന ഒരാൾ കൂടെ പൈസ കൊടുത്ത് ചുമപ്പിക്കുന്നതായിരിക്കും. അയാളെ വെറുതെ ചുമക്കും, പൈസ കൊടുക്കണം, മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ രക്തം വാർന്നൊലിച്ച് മരിക്കണം എന്നാണ്. അപ്പോൾ പെട്ടെന്ന് രക്തം വാർന്നൊലിച്ച് മരിക്കുന്നില്ലെങ്കിൽ ഈ വധശിക്ഷ നടപ്പിലാക്കി അവസാനം സിഗ്നേച്ചറൊക്കെ കൊടുത്തിട്ട് വേണമല്ലോ പോകാൻ അവർക്ക് വീട്ടിൽ. അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ കാല് തല്ലി പൊട്ടിക്കുക എന്നുള്ള സാധനം. മരിച്ചില്ലെങ്കിൽ അങ്ങനെ യേശുവിൻ്റെ കാലങ്ങനെ തല്ലി പൊട്ടിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ പറയുന്നു അവൻ്റെ കല്ല് തല്ലി പൊട്ടിക്കേണ്ട, അയാൾ മരിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഒരു പടൻ കുത്തി നോക്കുന്നു, അങ്ങനെ ഒരു മുറിവുണ്ടാവുന്നൊക്കെ ഒരു കഥ നിങ്ങൾക്കറിയാം. അതുപോലെ അപ്പം യഥാർത്ഥത്തിൽ ഒരിക്കലും ഈ കുരിശിലേറ്റി ഒരാളെ അവിടുന്ന് താഴെ ഇറക്കി കൊണ്ടുവന്ന് സംസ്കരിക്കാറില്ല. അങ്ങനൊരു ഡീസൻറ്റ് ബറിയൽ അല്ലെങ്കിൽ ഒരു ക്രിമേഷൻ ഒരിക്കലും ഈ കുരിശി തറയ്ക്കുന്നവർക്ക് ജുഡായ, ആ സമരിയ അല്ലെങ്കിൽ ആ ഗലീലി ആ ഭാഗത്തൊന്നും തന്നെ ജൂതന്മാർ അനുവദിച്ചിട്ടേ ഇല്ല. കാരണം അതൊരു വളരെ മോശമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള മരണമാണ്. അത്ര മോശം കുറ്റങ്ങൾ ചെയ്യുന്ന, രാജ്യത്തിനെതിരെയുള്ള കുറ്റം, അതിനാണ് ഒരു മരണശിക്ഷ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ യേശുവിനെ ആദ്യം മതകോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. മതകോടതിയിൽ വിചാരണ ചെയ്യുന്നത് പറഞ്ഞാൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. വൺ ഓഫ് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾ ആയിട്ടുള്ള ജൂഡ അല്ലെങ്കിൽ യൂദ എന്ന് പറയുന്നത്, യൂദാസ് എന്ന് പറയുന്ന ആൾ ഒറ്റിക്കൊടുക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. പലതും പല കഥയാണ്. ഗെത്സമനി തോട്ടത്തിൽ പോയി ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യൂദാസ് ആളിനെയും കൂട്ടി വരുന്നു. ആളിനെയും കൂട്ടി വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് യേശുവിനെ കിസ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നു ഇത് യേശുവാണ് എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചുകൊണ്ട് പോകുന്നു, ട്രയലിന് കൊണ്ടുപോകുന്നു എന്നാണ്. ഒന്നാലോചിച്ച് നോക്കുക, അന്ന് വെള്ളത്തിന് മേളിൽ നടന്ന, ചത്ത ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ച, കുരുടന് കേൾവി ശക്തി കൊടുത്ത, അന്ധന് കാഴ്ചശക്തി കൊടുത്ത് ആ ചെറിയ പഞ്ചായത്ത് പോലെയുള്ള ഒരു പ്രദേശത്ത് ആകെ പ്രകമ്പനം സൃഷ്ടിച്ച ഒരാളിനെ തിരിച്ചറിയാനായിട്ട് പട്ടാളക്കാർക്ക് വേറൊരാൾ ചെന്ന് കിസ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത്. അയാൾ എത്രമാത്രം അപ്രശസ്തനായിരിക്കുന്നു. ഒരു ബംഗാളിയാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും, ഇന്നലെ നാട്ടിൽ നമുക്കൊരു ബംഗാളിയെ പിടിക്കണമെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കഥ. പോട്ടെ, മാർട്ട് എർമൻ എന്ന് പറയുന്ന ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളർ ഉണ്ട്. പുള്ളി പറയുന്നത്, പുള്ളി പലതും അംഗീകരിക്കുന്നുണ്ട്. പുള്ളി പറയും ഈ റിസറക്ഷനിൽ ഞാൻ അംഗീകരിക്കില്ല. എന്താ കാര്യം? അത് യേശുവിനെ കുരിശി തറച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കുരിശി തറച്ചു കഴിഞ്ഞാൽ ഒരിക്കലും താഴെ ഇറക്കിക്കൊണ്ടുവന്ന് 3 ദിവസം കൊണ്ടുവന്ന് കല്ലറ വെച്ചിട്ട് ഉയർത്തെഴുന്നേക്കാനൊന്നും അവർ അനുവദിച്ചിട്ടില്ല, അനുവദിക്കാറുമില്ല. അവിടെ കിടന്ന് പുഴുത്ത് പട്ടി കടിച്ച് വലിച്ച് കൊണ്ടുപോയി മൃതദേഹ ശരീരങ്ങൾ അങ്ങനെയാണ് അവിടുത്തെ പതിവെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് കൊല്ലാൻ പറ്റിയെന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹത്തെ മതകോടതിയിലാണ് ആദ്യം, സാൻ ഹെഡ്രിൻ എന്ന് പറയുന്ന ജൂത മതകോടതിയിലാണ് കയഫസ് എന്ന് പറയുന്ന അന്നത്തെ ഹൈ പ്രീസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ വിസ്തരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. പുള്ളി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. പുള്ളി യേശു പറയുന്ന എല്ലാം തറുതലയാണ് മറുപടി. ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയില്ല. മനസ്സിലായില്ല? ഇപ്പം നീ രാജാവാണോ? ഉദാഹരണമായിട്ട് പൈലറ്റിൻ്റെ ചോദിച്ചു, നിങ്ങൾ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ രാജ്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ രാജ്യം ഇവിടെയല്ല, അങ്ങനെയൊക്കെയുള്ള മറുപടികളാണ് പുള്ളി പറയുന്നത്. ഇനി വേറെന്ത് ചോദിച്ചാൽ നിങ്ങൾ അതാണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് പറയുക. ദർ ഇസ് നോ സ്ട്രെയിറ്റ് ആൻസർ. അപ്പോൾ ഒരു സോൾജിയർ യേശുവിൻ്റെ കർണത്തടിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണോ പുരോഹിതന്മാരോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. മനസ്സിലായി? അപ്പോൾ യേശു എന്താ മറുപടി പറഞ്ഞു? യേശു എന്താ ചെയ്യേണ്ടത്? അപ്പോൾ യേശു പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും കർണത്തടിക്കുകയാണെങ്കിൽ മറ്റേ കർണോടെ കാണിച്ചു കൊടുക്കാനാണ്. യേശു യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് എന്താണ്? യേശു ഇയാളെ ചൂടാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നീ എന്തിനാണ് എന്നെ കർണത്തടിച്ചെന്നാണ് ചോദിക്കുന്നത് യേശു. സുവിശേഷ പ്രകാരം. അപ്പം യേശുവിന് ഇതൊന്നും അടിസ്ഥാനപരമായിട്ട് ബാധകമല്ല.